ഇപ്രാവശ്യം ഞാൻ വിഷു ഫെസ്റ്റിൽ ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ കളർ ബോട്ടിലാണ്. പൗഡർ വേണം, ഫെവിക്കോൾ, വെള്ളം, സ്പൂൺ, മിക്സ് ചെയ്യാൻ പാത്രം വേണം, അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, വൈറ്റ്. ഇത് മിക്സ് ചെയ്യുന്നത് പെയിൻറ്റ് അപ്പോൾ ബോട്ടിൽ അടിച്ചാൽ പെയിൻറ്റ് ഇളവിപ്പോവും. അപ്പോൾ ഈ പൗഡറും ഫെവിക്കോളും കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ പെയിൻറ്റ് കുറച്ച് ചേർത്തിട്ട് അടിച്ചാൽ ഒരു കോട്ടടിച്ചാൽ മതി. ഒരു കോട്ടടിക്കുമ്പോൾ ശരിയാവും. പിന്നെ ഉണങ്ങിയിട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കണമെങ്കിൽ അടിക്കാം. ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം. അതെങ്ങനെ മിക്സ് ചെയ്യണ കാണാം നമുക്ക്. ഞാൻ ഈ സ്പൂണിൽ ഞാൻ ഈ സ്പൂണിന് 3 സ്പൂൺ പൗഡർ എടുത്ത് പിന്നെ ഗ്ലൂ ഒഴിക്കണം. ഗ്ലൂ 1 സ്പൂൺ എടുക്കണം. ഈ സ്പൂണിൽ ഗ്ലൂ നിറയെ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ തന്നെ. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തുള്ളൂ, കുറച്ച് ചേർത്താൽ മതി. 1 സ്പൂൺ അക്രിലിക് പെയിൻറ്റും ചേർക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ടായിപ്പോവും. ഈ പരുവത്തിലാണ് കിട്ടാനുള്ളത്. ഞാൻ കുറച്ച് പെയിൻറ്റ് ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് പിന്നെ കുറച്ച് ഒത്തിരി സ്പൂണും കൂടെ വെള്ളം ചേർത്തപ്പോൾ ഈ കൺസിസ്റ്റൻസിനായി. സ്പൂണിലെടുക്കുമ്പോൾ ഇങ്ങനെ വരണം. ബോട്ടിൽ അടിക്കണ കാണിച്ചു തരാം. സ്പോഞ്ച് വെച്ച് അടിക്കണതാണ് പെട്ടെന്ന് എളുപ്പം. മുകളിന് താഴത്തടിച്ചാൽ മതി. ഒരു കോട്ട് ഉണങ്ങിയിട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കണമെന്ന് തോന്നണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചാൽ മതി.
എല്ലാവർക്കും ഇത് പൗഡർ ബേസ് കോട്ട് കൊടുക്കാൻ അറിയാലോ. ഞാൻ ബാക്കി ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നൈറ്റ് മുതൽ ഉണങ്ങാൻ വയ്ക്കണം. ഞാൻ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പെയിൻറ് അടിക്കാൻ അത് കാണിച്ചു തരേ. നൈറ്റ് ഉണങ്ങാൻ വയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ അടിച്ചത് ഒക്കെ ഇളകിപ്പോവും. ഞാൻ ബോട്ടിലിൽ രണ്ടാമത്തെ കോട്ടും ഇതും കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഉണങ്ങിയിട്ടുണ്ട്, നല്ലതുപോലായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളർ പെയിൻ്റാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അക്രിലിക്കിൽ തന്നെ ബ്ലൂ കളർ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ലൈറ്റ് ബ്ലൂ ഇല്ലെങ്കിൽ വൈറ്റും ഈ ബ്ലൂവും കൂടി ചേർത്ത ലൈറ്റ് ബ്ലൂ കിട്ടും. ഞാൻ ഈ ബ്ലൂ ആണ് കൊടുക്കാൻ പോകുന്നത്. ഈ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തപ്പോൾ ഈ ബ്ലൂ കിട്ടി. കണ്ണിന് ഈ ബ്ലൂ ആണ് കൊടുക്കാൻ പോകുന്നത്. ലൈറ്റ് ബ്ലൂ എൻ്റെ കയ്യിൽ തീർന്നു പോയി. അപ്പോൾ ഇത് ബോട്ടിലെല്ലാം അങ്ങനെ ചെയ്യണം നോക്കാം. കയ്യിലൊക്കെ പെയിൻറ് പറ്റിയ തുണി അടുത്ത് വെച്ചിരിക്കണം. കൈ തുടച്ചാൽ മതി. നിങ്ങൾ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻ്റ് ഇല്ല. നേരത്തെ അടുത്ത സ്പോഞ്ച് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വൈറ്റ് രണ്ടാമത്തെ കോട്ട് കൊടുക്കണം കാണിച്ചു തരാൻ പറ്റിയില്ലായിരുന്നു.
ബാക്കി അടിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ബോട്ടിൽ പെയിൻറ് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ ഒരു കോട്ടേ കൊടുത്തുള്ളൂ. ഉണങ്ങിയിട്ട് കാണിച്ചതാണ്. ബാക്കി സെല്ല് വെച്ചാണ് കൊന്നപ്പോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ക്ലേ വെച്ച് തണ്ട് ഉണ്ടാക്കും. പിസ്റ്റ ഷെല്ലിൽ ഞാൻ യെല്ലോ കളറാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ലൈറ്റ് ഗ്രീൻ കൂടി വേണം. പെയിൻ്റ് അടിച്ചിട്ട് കാണാം. ഞാൻ പിസ്റ്റേഴ്സിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് നാളെ ഒട്ടിക്കണം കാണിച്ചു തരാം. തൊട്ട് എല്ലാം തന്നെ കൊടുത്തത്. തുളസിയുടെ കമ്പാണ് ഞാൻ ബോട്ടിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഒന്നപ്പമായിട്ട് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇന്നും ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ബോട്ടിൽ ഒട്ടിക്കാൻ പോകുന്നത് കണ്ണൻ്റെ പടമാണ്. ഞാൻ മോട്ട്പോജ് കൊണ്ടാണ് ബോട്ടിൽ ഒട്ടിക്കാൻ പോകുന്നത്. കാണിച്ചു. ഇതാണ് മോട്ട്പോജ്. ഫെവിക്രിലുണ്ട്. പിസ്റ്റേഴ്സിൽ ഒട്ടിക്കാൻ ഫെവി ബോണ്ട് വേണം. ഞാൻ ഫെവി ബോണ്ട് കൊണ്ടാണ് പിസ്റ്റേഴ്സിൽ ഒട്ടിക്കുന്നത്. പിന്നെ ഈ വാർണിഷ് വേണം. ഞാൻ ആമസോൺ വാങ്ങിച്ചതാണ്. മറ്റേ വാർണിഷ് കൊടുത്ത ബോട്ടിലിൽ മഞ്ഞ കളറാവും. അതുകൊണ്ട് ഞാൻ അവസാനം എല്ലാം കഴിയുമ്പോൾ ഈ വാർണിഷും കൊടുക്കും. ഡെക്കോർ പെയിൻറ് വാർണിഷാണ്. പിക്ചർ വാർണിഷ് ഉപയോഗിക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വാർണിഷിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ബസ് തേച്ചിട്ടേ ഒട്ടിക്കാനോ, അല്ലെങ്കിൽ ഇളകി പോകും. എന്നിട്ട് മുട്ട കണക്ക് വയ്ക്കണം. ഇപ്പോൾ തന്നെ ചെയ്യാൻ പോകുന്നുണ്ട്. കാണിച്ചു തരാം. മുട്ട കണക്ക് ഒട്ടിച്ചത് ഞാൻ ഫെവിബോണ്ട് തേച്ചിട്ടുണ്ട്. പശ തേച്ചിട്ടുണ്ട്. കുറച്ചും വിടർന്ന് നിൽക്കണം.
ഇതുപോലെ 2 തണ്ടിനും കൂടി ചെയ്യണം. ചെയ്തിട്ട് കാണിച്ചതാണ്. പിന്നെ പശ ഉണങ്ങി നല്ല സ്റ്റിഫായിട്ട് അകത്തും പെയിൻറ്റ് കൊടുക്കാമല്ലോ. പെട്ടെന്ന് ഇളകി വരും. ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. അതിന് അടുപ്പിച്ച് ഒട്ടിക്കണം. ആരെങ്കിലും ചെയ്യണമെങ്കിൽ തെറ്റിപ്പോലും 3 ഇടയിലും അടുപ്പിച്ച് തന്നെ വയ്ക്കാനുള്ളത്. കൂടി കയ്യിലെടുത്ത് വയ്ക്കണം. ഇപ്പം പശ കുറച്ച് സൈഡിൽ തുടച്ച് കളഞ്ഞാൽ മതി. പുറത്തൊക്കെ ബ്രഷ് വെച്ച് തുടച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇതുപോലെ പശ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നാൽ തുണി വെച്ച് തുടച്ച് കളഞ്ഞാൽ മതി. ഞാൻ ഇവിടെ ഒട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് മുട്ടായിട്ടാണ് ഞാൻ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത്. രണ്ട് പിസ്റ്റയും തമ്മിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കയറ്റി ഒട്ടിച്ചാൽ മതി. പിന്നെ ഈ 2 തണ്ടിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അന്നേരം ആരും വെച്ച് നോക്കിയിട്ട് ഒട്ടിക്കാമല്ലോ, അല്ലെങ്കിൽ തട്ടിപ്പോവും. പിന്നെ മോൾപ്പോഴാണ് പാത്രത്തിൽ ഒഴിച്ചിട്ട് കൃഷ്ണനെ തേച്ച് കൊടുത്താൽ മതി. കുറച്ച് തേച്ചാൽ മതി. പിന്നെ ബാക്കി വരണമെങ്കിൽ പുറം വശം തേച്ചാൽ മതി. കുറച്ചും ബ്ലേസിങ് ആയിട്ട് ഇരിക്കും. മുട്ടോജി പാത്രത്തിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഇത്രയും എടുത്തോളൂ. ഈ ബ്രഷ് വെച്ചാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. ചുടുവകളല്ലാതെ ഒട്ടിക്കണം. കുറച്ച് തേച്ച് എടുക്കണം. ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം.
കുറച്ച് തേച്ചാൽ മതി, എങ്കിൽ ഇവിടെ കീറിപ്പോവും. നമുക്കാണെങ്കിൽ ഹാപ്പി വിഷ് എഴുതി ഒട്ടിക്കാം. ഞാൻ എഴുതി ഒട്ടിക്കണില്ല. ഗ്യാപ്പ് കാണുന്ന സ്ഥലത്ത് കുറച്ച് തേച്ചിട്ട് പാട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചാൽ മതി. കുപ്പിയിൽ ആക്കി വയ്ക്കാൻ നമുക്ക് ഇതിന് കട്ടായി പോവും. പിന്നെ ബ്രഷിങ് അപ്പോൾ കളി വെച്ചതിന് ഉണങ്ങിപ്പോവും. ഞാൻ പാത്രത്തിന് ബാക്കി വന്ന മോട്ട് ഒഴിച്ച് കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിസ്താസ് എല്ലാം എടുത്തപ്പോൾ കുറഞ്ഞുപോയി. ഇപ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. എന്നിട്ട് പേപ്പറിനടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഉണങ്ങും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് ഞാൻ അമ്മട്ടും കുട്ടും കൂടി കൊടുക്കും. അവനവൻ്റെ ഫോട്ടോ കുറച്ചും കൂടെ എല്ലാം എടുത്താൽ നല്ലതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇവിടെ കുറവാണ്, കുറച്ചും കൂടെ അടിക്കണം. അടിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. എല്ലാം കൂടി ഒട്ടിച്ചിട്ട് എന്നിട്ട് നേരെ ഒട്ടിക്കണം. നല്ല കൈ കൊണ്ട് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ പെട്ടെന്ന് ഒട്ടി ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ലൊരു പ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇളവിപ്പോവും. ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഒട്ടിച്ച ഇവിടെ ആയിരുന്നു, നേരെ ഇല്ലായിരുന്നു. ഇപ്പം നേരെ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കാനുള്ളത്. ഞാൻ കുറച്ചും കൂടി പശ തേച്ച്, നേരത്തെ പശ തേച്ചത് പോയായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ പ്രസ് തേച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് വെച്ചിരിക്കണം. ഒട്ടാൻ കുറേ സമയമെടുക്കും. ഒട്ടിയിട്ടില്ല. ഞാൻ ബാക്കി ഇതുപോലെ ഒട്ടിക്കണം. അങ്ങനെയാണ് ഒട്ടിക്കാനുള്ളത്. ഒട്ടിച്ചിട്ട് കാണിച്ചതാണ്. ഇതും കൂടി
ഒട്ടിക്കാനുള്ളത്. ഇപ്പുറത്തെ സൈഡ് ഒട്ടിച്ചാൽ മതി. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒട്ടിക്കാനുള്ളത്. പിന്നെ പശ ആയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇവിടെ പശ പെയിൻറ്റ് പോയിട്ടുണ്ട്. അത് കുറച്ച് പെയിൻ്റ് അടിക്കണം. ഉണങ്ങിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഇത് നല്ലൊരു ഒട്ടിന്നിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇളകി പോവും. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഇങ്ങോട്ട് ചരിച്ചൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ പൂവിൽ പറ്റും. ഇഷ്ടമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ചെയ്യണം, അതും കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിലാണ് ഞാൻ കൊന്നപ്പോൾ ഉണ്ടാക്കിയത് തുളസിക്കമ്പ്. ഇതിൽ 2 എണ്ണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെയിൻറ്റ് ചെയ്യുന്ന പോയി വൈകിട്ട് കാണിച്ചു തരാം. ഒട്ടിച്ചിട്ട് കംപ്ലീറ്റൊക്കെ ആക്കിയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരേ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഹാപ്പി വിഷു. ഞാൻ ഇതിൽ വാർണിഷ് അടിച്ചിട്ടുണ്ട്. വാർണിഷ് അടിക്കുന്ന എടുത്തില്ലായിരുന്നു. ഞാൻ വാർണിഷിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ 2ാമത്തെ കൊണ്ടപ്പോൾ. നേരത്തെ കാണിച്ച അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഫെവിബോണ്ട് കൊണ്ട് ഒട്ടിച്ച് വെച്ച്. കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.